നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി കാത്ത് കേരളം. പോളിംഗ് 78.27%. കൂടുതൽ പോളിംഗ് പാലക്കാടും കോഴിക്കോടും, കുറവ് പത്തനംതിട്ടയിൽ. കനത്ത പോളിംഗിൽ പ്രതീക്ഷയോടെ മുന്നണികൾ. ഇത്തവണത്തേത് 1987 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ്. ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് CPM. ജയസാധ്യത വിലയിരുത്താൻ മറ്റന്നാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. 80-ലധികം സീറ്റ് ഉറപ്പെന്ന് UDF. തരംഗമെങ്കിൽ 100-ലേക്ക് എത്തുമെന്നും വിലയിരുത്തൽ. 3 സീറ്റ് പ്രതീക്ഷിച്ച് NDA. വോട്ടെടുപ്പിന് ശേഷം കണ്ണൂരിൽ വ്യാപക അക്രമം. UDF ബൂത്ത് ഏജന്റുമാർക്ക് പരിക്ക്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും ആക്രമണം. മട്ടന്നൂരിൽ കോൺഗ്രസ് മന്ദിരം അടിച്ചു തകർത്തു. സംഘർഷ സാഹചര്യത്തിൽ കരുതൽ വേണമെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. അസമിലും പുതുച്ചേരിയിലും റെക്കോർഡ് പോളിംഗ്. പോളിംഗ് ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമെന്ന് മുന്നണികൾ. ഭരണ തുടർച്ച ഉറപ്പെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ബംഗാളിൽ BJPയുടെ പ്രകടന പത്രിക ഇന്ന് അമിത്ഷാ പുറത്തിറക്കും. കുവൈറ്റിൽ വീണ്ടും ഇറാൻ ഡ്രോൺ ആക്രമണം. കുവൈറ്റിലെ അതീവ സുരക്ഷാ മേഖലയായ നാഷണൽ ഗാർഡ് സൈറ്റിൽ. കെട്ടിടങ്ങൾക്കും സൈനിക സാമഗ്രികൾക്കും കേടുപാടുകൾ സംഭവിച്ചുവെന്ന് കുവൈറ്റ് നാഷണൽ ഗാർഡ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ ജദാൻ ഫാദൽ. ആർക്കും പരിക്കില്ല. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക ചർച്ച ഇന്ന് ഇസ്ലാമാബാദിൽ. IPL-ൽ കൊൽക്കത്തയ്ക്ക് 3ാം തോൽവി. ലക്നൌവിന്റെ ജയം 3 വിക്കറ്റിന്. 181 റൺസ് മറികടന്നത് അവസാന പന്തിൽ. ലക്നൌവിന്റെ രക്ഷകനായത് മുകുൾ ചൗധരി.